അറിയാൻ മനസ്സിലാക്കാനും ശ്രമിക്കുക. അതുപോലെ ഒരാൾക്കും ഒരു തർക്കവുമില്ലാതെ വഫാത്തായി പോയി നമ്മുടെ നാട്ടിൽ അന്തിയുറങ്ങുന്ന എത്രയെത്ര മഹാന്മാരുണ്ട്. അവരുടെയൊക്കെ ഹദറത്തിൽ ചെല്ലുക, ഫാത്തിഹയോതി അവർക്ക് ഹദിയ ചെയ്ത് മനസ്സിന് ബന്ധമുണ്ടാക്കുക. അങ്ങനെ അവരിലൂടെ മേലോട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടിയാൽ ഈ ആഖിർ സമാനിൽ ഒരു ചെറിയ ലദ്ദത്ത് ഇബാദത്തിനുണ്ടായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമുക്ക് സന്തോഷമായി ജീവിതം സഫലമായി. അല്ലാതെ കൽബ് നിറയെ ഭൗതിക ലോകത്തിന്റെ ചിന്തകൾ മാത്രം കൊണ്ടു നടക്കുകയും ഏത് സമയത്തും മികച്ചു നിൽക്കുന്നതിന് നശിച്ചു പോകുന്ന ദുനിയാവിന്റെ ഓർമ്മ മാത്രമാവുകയും ചെയ്തിട്ട് ജീവിച്ചാൽ അസ്രായീൽ വരുമ്പോൾ നമ്മുടെ റൂഹ് ഉൾവലിഞ്ഞു പോകും. പല ഒഴികഴിവുകളും പറയാൻ ശ്രമിക്കും. എനിക്ക് പലതും നഷ്ടപ്പെട്ടു പോയി, വീണ്ടെടുക്കട്ടെ, ചെറിയൊരവസരവും കൂടി നൽകുമോ എന്ന് ചോദിച്ച് കൈകടിക്കേണ്ടി വരും. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറുതെ പറയുന്ന ഒരു ശബ്ദമെന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോൾ ജമാഅത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ആരോഗ്യമുള്ളപ്പോൾ അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത് നടത്താൻ നോക്കുക. ആരോഗ്യം ക്ഷയിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ദിക്റും സലാത്തും ഇബാദത്തും പരിപാടികളുമായി ജീവിക്കാൻ നോക്കുക. സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മിഅ്റാജിന്റെ ഈ രാവിൽ നബിത്തങ്ങൾ നമുക്ക് മിഅ്റാജായി നൽകിയ നിസ്കാരം അല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ പരിസരത്തൊക്കെയുള്ള സഹോദരന്മാരെ, നിങ്ങൾ വെറുതെ ഒന്ന് വാച്ചിലേക്ക് നോക്കണം. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് എന്തിനാ? ഇനിയും അരമണിക്കൂറിന് ശേഷം വരാനുള്ള ബസ്സിൽ വരുന്ന ഒരുത്തനെ പ്രതീക്ഷിച്ചിട്ടാ. എന്നാ ഞാൻ ആ പള്ളിയിൽ കയറിയിട്ട് ജമാഅത്തിലൊന്ന് പങ്കെടുത്താൽ ഒരു നഷ്ടവുമില്ലല്ലോ എന്നോർത്തുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ കയറണം. അതെ, നിങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോഴേക്ക് എന്തോ വലിയ ഒരു ദുനിയാവിന്റെ നഷ്ടം വന്നു പോകുമെന്ന് കാണുമ്പോ മഹാന്മാര് ദുനിയാവിനെ അങ്ങ് ചവിട്ടി മാറ്റി അവർ ജമാഅത്തിൽ പങ്കെടുത്തു. ആഖിറു സമാനിൽ നിങ്ങളോട് ഞാനതിന് പറയുന്നില്ല. പക്ഷേ മനസ്സിൽ ഒരു അസ്മു ചെയ്തോളണം. എന്നെ പടച്ച റബ്ബിന്റെ പേര്, ആ റബ്ബിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന പുന്നാര നേതാവിന്റെ പേരിന്റെ അകമ്പടിയോടെ എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഞാൻ ഈ ളുഹ്ർ ഖലാക്കുന്ന പ്രശ്നമില്ല. ആ നിലക്ക് കൽബിനെ അസ്മു ചെയ്യാതെ പിന്തിച്ചുകൂടെ സഹോദരന്മാരെ. ഏതായാലും അല്ലാഹുവിന്റെ ഓർമ്മ നമ്മുടെ കൽബിൽ നിലനിർത്തുന്ന നിസ്കാരമാകുന്ന വിശ്വാസിയുടെ മിഅ്റാജ്, അതിനൊരു പ്രതിജ്ഞ കൽബിലെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തപ്പെട്ടവരിലേക്ക്, അവന്റെ പൊരുത്തം നൽകുന്നവരിലേക്ക് നമ്മെ ചേർത്ത് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമയത്തിന്റെ കൃത്യത ഏതായാലും പാലിക്കാൻ നാളെയും മറ്റന്നാളും ഞാൻ തന്നെയല്ലോ പറയേണ്ടത്. അതുകൊണ്ട് ഇന്ന് ഒറ്റ ദിവസം അതായിരുന്നെങ്കിൽ ഒരു 2-3 മണിക്കൂർ സമയം കൂട്ടിയിട്ട് പറഞ്ഞാലും പേടിക്കാനില്ല. പക്ഷെ നാളെയും കൂടി പറയാനുള്ളത് കൊണ്ട് നിങ്ങളൊക്കെ നേരത്തെ തന്നെ വന്നോളൂ. ഇൻഷാ അല്ലാഹ് കൃത്യസമയത്ത് നമുക്ക് നിർത്താൻ പറ്റും. അല്ലാഹുവിന്റെ മഹബ്ബത്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടണം. അതിന് പുന്നാര നബിയെ ഇത്തിബാ ചെയ്യണം. യുഹ്ബിബുക്കുമുല്ലാഹ്, എന്നാലും പടച്ചോനെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അള്ളാന്റെ മഹബത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പടച്ചോൻ നമ്മളെ ഇങ്ങോട്ട് മഹബത്ത് വെക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അത് ഈ വിഷയത്തിൽ പറയേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ എപ്പോഴെങ്കിലും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബേ, ഞങ്ങൾ എണ്ണമറ്റ ദോഷങ്ങൾ ചെയ്തു പോയവരാ. നിന്റെ അതിരില്ലാത്ത റഹ്മത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഞങ്ങൾ കൈനീട്ടുകയാണ്. നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനേ, അഫ്വാക്കണം അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളെ ഭാര്യമാര്, മക്കള്, കൂട്ടുകുടുംബങ്ങൾ, ദുആ വസിയ്യത്ത് ചെയ്തവർ എല്ലാവരോടും നീ പൊറുക്കണേ അല്ലാഹ്.